കേരള ചരിത്രത്തിൽ പ്രധാനമായും 3 പ്രളയങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് 1341-ലാണ്, രണ്ടാമത്തേത് 1924-ലും, ഏറ്റവും ഒടുവിലായി നടന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന 2018-ലെ പ്രളയമാണ്. ഇതിലെ 1924-ലെ പ്രളയമാണ് 99-ലെ പ്രളയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നത് നമ്മുടെ മലയാളം കലണ്ടർ അല്ലെങ്കിൽ കൊല്ലവർഷമാണ്. കൊല്ലവർഷം 1099-ലാണ് പ്രളയം നടന്നത്. അതുകൊണ്ടാണ് 99-ലെ പ്രളയം എന്ന് പറയുന്നത്. ഈ 3 പ്രളയത്തിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രളയം 1341-ൽ നടന്ന പ്രളയമാണ്. അത്രയധികം പഴക്കമുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് കൃത്യമായിട്ടുള്ള ചരിത്ര രേഖകളൊന്നും തന്നെ നമ്മുടെ പക്കലില്ല. കൊടുങ്ങല്ലൂർ, വടക്കൻ പറവൂർ മേഖലകളിൽ നടത്തിയിട്ടുള്ള ആർക്കിയോളജിക്കൽ പഠനങ്ങളിലൂടെയും ഫോർട്ട് കൊച്ചി, വൈപ്പിൻ മേഖലകളിൽ നടത്തിയിട്ടുള്ള ജോഗ്രഫിക്കൽ പഠനങ്ങളിലൂടെയുമാണ് ആ മഹാപ്രളയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ മുസൂറി പോർട്ട് ഈ പ്രളയത്തെ തുടർന്നാണ് നശിച്ച് ഇല്ലാതെയായത്. പക്ഷേ 1924-ലെ പ്രളയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര രേഖകൾ നമ്മുടെ പക്കലുണ്ട്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചത് 1985-ൽ സി രാമസ്വാമി ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയിൽ പബ്ലിഷ് ചെയ്ത റിവ്യൂ ഓഫ് ഫ്ലഡ്സ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് പാസ്റ്റ് 75 ഇയേഴ്സ് എന്ന ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1341-ലെയും 1924-ലെയും പ്രളയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എനിക്കൊരു 30 സെക്കൻഡ് സമയം തരണം. ലോകത്തിലുള്ള ഏത് പുസ്തകത്തിലെ കണ്ടൻറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും. എത്ര വലിയ അക്കമുള്ള സംഖ്യയും അനായാസം നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഏത് പുതിയൊരു ഭാഷയും അനായാസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ IQ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. ഞാൻ എൻ്റെ കരിയറിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മെമ്മറി ട്രിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. എൻ്റെ ട്രിക്കുകൾ മാത്രമല്ല, വേറെയും പല പുസ്തകങ്ങൾ റെഫർ ചെയ്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത പല മെമ്മറി ട്രിക്കുകളും ഒരു കോഴ്സായിട്ട് ബ്രൈറ്റ് കേരളൈറ്റ് എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാം. കോഴ്സിൻ്റെ ഫീസ് 3000 രൂപയാണ്. പക്ഷേ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് 50% ഡിസ്കൗണ്ട് ലഭ്യമാക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. നമുക്ക് ആദ്യം 1341-ൽ നടന്ന പ്രളയത്തെക്കുറിച്ച് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ അതിമനോഹരമായ പെരിയാർ നദി. ആ നദി ഇപ്പം ഒഴുകുന്ന പാതയിലൂടെ ആയിരുന്നില്ല 1341-ൽ ഒഴുകിക്കൊണ്ടിരുന്നത്. അതിശക്തമായിട്ടുള്ള മഴയുണ്ടായി. അതും തുടർച്ചയായിട്ട് പെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. ഈ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് സംഭവിച്ചത്. നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. അതിനോടൊപ്പം ഈ മണ്ണിടിച്ചിൽ കൂടി ആയപ്പോൾ പുഴയുടെ ഗതി മാറി. പുതിയ വഴികളിലൂടെ നദി ശക്തമായ വേഗതയിൽ ഒഴുകാൻ തുടങ്ങി. ആ പ്രദേശത്തുണ്ടായിരുന്ന മനുഷ്യരും ജീവജാലങ്ങളും മരങ്ങളും ഒക്കെ പാടെ നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അന്നുണ്ടായ ആ പുതിയ പാതയിലൂടെയാണ് പെരിയാർ നദി ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അതിപ്രശസ്തമായ ഒരു പോർട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ പോർട്ട് ആ കാലഘട്ടത്തിൽ മുസൂറി പോർട്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഗതിമാറി ഒഴുകിയ പെരിയാർ നദി നേരെ തിരിഞ്ഞു പോയത് ഈ ഒരു പോർട്ടിൻ്റെ നേർക്കായിരുന്നു. അതിനെ തുടർന്ന് ആ പോർട്ട് നാമാവശേഷമായി മാറി. കൊടുങ്ങല്ലൂർ മുതൽ ആലപ്പുഴ വരെയുള്ള മേഖലയാണ് പ്രധാനമായിട്ടും ഈ പ്രളയം ബാധിച്ചത്. അന്നുണ്ടായിരുന്ന ലാൻഡ്സ്കേപ്പ് തന്നെ ഈ പ്രളയത്തെ തുടർന്ന് അടിമുടി മാറി. ഇന്ന് നമുക്ക് എറണാകുളം ജില്ലയിൽ കാണാൻ സാധിക്കുന്ന വൈപ്പിൻ ദ്വീപ്, ആ ദ്വീപ് ഈ പ്രളയത്തെ തുടർന്നുണ്ടായി വന്നതാണെന്നാണ് ചരിത്രകാരന്മാരും ജിയോളജിസ്റ്റുകളും പറയുന്നത്. വൈപ്പിൻ ദ്വീപ് ഒരു ഉദാഹരണം മാത്രമാണ്. വേറെയും അത്തരത്തിലുള്ള നിരവധി ദ്വീപുകൾ പുതിയതായി ഉണ്ടായി വന്നു. പനങ്ങാട്, കുമ്പളം മേഖലയിൽ വലിയ രീതിയിൽ മണ്ണ് നിക്ഷേപം ഉണ്ടാകുന്നതും ഇതേ ഘട്ടത്തിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ കൊച്ചി തുറമുഖവും വേമ്പനാട് അഴിമുഖവും ഒക്കെ ഈ പ്രളയത്തിൻ്റെ ബാക്കി പത്രങ്ങളായിരുന്നു. 1341-ലെ പ്രളയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇനി നമുക്ക് 1924-ൽ സംഭവിച്ച 99-ലെ പ്രളയത്തെ പരിചയപ്പെടാം. അതിശക്തമായിട്ടുള്ള മഴയാണ് അവിടെ അറബിക്കടലിലുണ്ടായ ന്യൂനമർദ്ദത്തെ തുടർന്ന് സംഭവിച്ചത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 3 ആഴ്ച ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ട് തന്നെ ഇരുന്നു.
പെരിയാർ നദി കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. വീണ്ടും അത് അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള രൂപത്തെ കേരളത്തിന് കാണിച്ചു കൊടുത്തു. ഈ പ്രളയം സംഭവിച്ചത് തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി മേഖലകളിലായിരുന്നു. ഈ ജില്ലകളിൽ അന്ന് ശരാശരി 3368 മില്ലിമീറ്റർ മഴയാണ് ലഭ്യമായത്. സാധാരണഗതിയിൽ ലഭ്യമാകുന്ന മഴയേക്കാൾ 64% മഴ കൂടുതൽ പെയ്തു. ഏറ്റവും കൂടുതൽ പെയ്തത് മൂന്നാറിലാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ 4000 മീറ്ററിലും അധികമായിട്ടുള്ള മഴയാണ് രേഖപ്പെടുത്തിയത്. ഈ പ്രളയം സംഭവിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടായിരുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നനെയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കവാടങ്ങൾ തുറന്നിട്ടത്. അതിനെ തുടർന്ന് ശക്തമായിട്ടുള്ള ജലത്തിൻ്റെ ഒഴുക്കുമുണ്ടായി. ആ ജലം കുറേശ്ശെയായിട്ട് നേരത്തെ ഒഴുക്കി വിട്ടിരുന്നെങ്കിൽ വലിയ വിപത്ത് തന്നെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്ററോളം ഉയരത്തിൽ നിൽക്കുന്ന മൂന്നാർ പട്ടണം, അന്ന് അതൊരു വലിയ പട്ടണം തന്നെയാണ്. ആ കാലഘട്ടത്തിലെ വലിയ പട്ടണം, ആ പട്ടണം പാടെ നശിച്ചു പോകുന്നത് ഈ പ്രളയത്തെ തുടർന്നാണ്. ഈ പ്രളയത്തെക്കുറിച്ചും ആ പ്രളയത്തെ തുടർന്നുണ്ടായ മൂന്നാറിൻ്റെ നാശനഷ്ടങ്ങളെക്കുറിച്ചും അവിടുത്തെ ടീ എസ്റ്റേറ്റുകൾക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും ഒരു മുന്നറിയിപ്പുമില്ലാതെ മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിട്ടതിനെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ ടീ എസ്റ്റേറ്റ് മുതലാളിയായിരുന്ന പി. ജോൺ ലാൻഡ് റവന്യൂ കമ്മീഷണറിന് അയച്ചു കൊടുത്ത കത്തുണ്ട്. അതിൽ വ്യക്തമായിട്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അനാസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കൃത്യമായിട്ട് എത്ര പേർ മരണമടഞ്ഞുവെന്ന് നമുക്കറിയില്ല. പക്ഷേ പല രേഖകളിലും 1000 എന്ന ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. അത് റഫായിട്ടുള്ള ഒരു കണക്കാകാനാണ് സാധ്യത. മൂന്നാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടീ എറണാകുളത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മനോഹരമായിട്ടുള്ള ഒരു റോഡ് ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ റോഡ് കടന്നു പോകുന്നത് കരിന്തിരി മലയിലൂടെയാണ്. ഈ പ്രളയം ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചതും കരിന്തിരി മലയ്ക്കാണ്. കരിന്തിരി മലയിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായി. അത് ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിച്ച് ഇല്ലാതെയായി. പിന്നീട് ഈ സ്ഥലം സന്ദർശിച്ച ആളുകൾക്ക് കരിന്തിരി മലയെ തിരിച്ചറിയാൻ പോലും സാധ്യമായില്ല. ആ റോഡ് ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിച്ചു പോയി. അതുവഴി വീണ്ടും ഒരു റോഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കണ്ണൻദേവൻ ടീ എസ്റ്റേറ്റ് ജനറൽ മാനേജർ ആയിരുന്ന വാലസ് ആ കാലഘട്ടത്തിലെ തിരുവിതാംകൂർ റീജന്റ് രാജ്ഞിയായിരുന്ന സേതുലക്ഷ്മി ബായിയെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചു, എത്രയും പെട്ടെന്ന് തന്നെ എറണാകുളത്തു നിന്നും മൂന്നാറിലേക്ക് പുതിയ പാത നിർമ്മിക്കണം. സേതുലക്ഷ്മി ബായി സർവേ നടത്താനായിട്ട് ഏൽപ്പിക്കുന്നത് ബ്രിട്ടീഷ് സർവേയർ ആയിരുന്ന വാലന്റൈനെയാണ്. വാലന്റൈൻ ഒട്ടും സമയം പാഴാക്കാതെ പുതിയ ഒരു മാപ്പ് തന്നെ നിർമ്മിച്ചെടുത്തു. ഒരു പാത, മുമ്പുണ്ടായിരുന്ന പാതയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പാത അദ്ദേഹം കാണിച്ചു കൊടുത്തു. ആ പാതയിലൂടെ ഒട്ടും വൈകാതെ തന്നെ ഒരു റോഡ് പണി കഴിപ്പിക്കാൻ സാധിച്ചു. ആ റോഡാണ് കോതമംഗലത്ത് നിന്നും ഇന്ന് മൂന്നാറിലേക്ക് പോകുന്ന റോഡ്. 1931 മാർച്ച് മാസം 31-ാം തീയതി സേതുലക്ഷ്മി ഭായ് പുതിയ റോഡ് ഉദ്ഘാടനം ചെയ്തു. പഴയ റോഡ് നിന്ന പ്രദേശത്തേക്ക് പിന്നീട് ആരും പോകാതെയായി. കാരണം പോകാൻ പറ്റുന്നൊരവസ്ഥയല്ല. അവിടെ ഇപ്പോൾ റോഡ് കാണാനേ സാധിക്കുകയില്ല. അവിടെ ഉണ്ടായിരുന്ന പ്രകൃതി അപ്പാടെ മാറിയിരിക്കുന്നു. ആരും അതുവഴി സഞ്ചരിക്കാത്തതുകൊണ്ട് വളരെ തിക്കായിട്ടുള്ള ഒരു വനം അവിടെ ഉണ്ടായി വന്നു. അങ്ങനെ ഒരു വനം ഉണ്ടായി വന്നതോടുകൂടി അതിന് അപ്പുറമുണ്ടായിരുന്ന ഇടമലക്കുടി എന്ന പ്രദേശം ഒറ്റപ്പെട്ടു പോയി. അങ്ങനെയാണ് ഇപ്പോഴും ആളുകൾക്ക് ചെന്നെത്താൻ പ്രയാസമുള്ള ഒരു മേഖലയായി ഇടമലക്കുടി ഗ്രാമം മാറിയത്. മൂന്നാർ ആ കാലഘട്ടത്തിൽ അതിപ്രശസ്തമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മോണോറെയിൽ നിലവിൽ വന്നതും മൂന്നാറിലാണ്. കുണ്ടലവാലി റെയിൽവേ സിസ്റ്റം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. മൂന്നാറിലെ കുണ്ടലവാലിയിൽ നിന്നും 37 കിലോമീറ്റർ യാത്ര ചെയ്ത് തേനി വരെ എത്തി നിൽക്കുന്ന ഒരു റെയിൽവേ സിസ്റ്റമാണത്. ആ പ്രളയത്തെ തുടർന്ന് പൂർണ്ണമായിട്ടും ആ റെയിൽവേ സിസ്റ്റം നശിച്ചുപോയി. അതിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും മൂന്നാറിൽ നമുക്ക് കാണാൻ സാധിക്കും. തിരുവിതാംകൂർ റെക്കോർഡുകൾ അനുസരിച്ച് ആലുവ പെരുമ്പാവൂർ റോഡിൽ ആ കാലഘട്ടത്തിൽ 10 അടിക്ക് മുകളിൽ ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ മദ്രാസ് പ്രസിഡൻസി സിവിൽ സർവൻ്റ് ആയിരുന്ന ദേവൻ ടി രാഗറായി ആ കാലഘട്ടത്തിലെ അഭയാർത്ഥികളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഒരുപാട് അഭയാർത്ഥികൾ കേരളത്തിൻ്റെ ആ മേഖലകളിലെ തന്നെ അല്പം ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയുണ്ടായി. 4000 പേർ അമ്പലപ്പുഴയിലാണ് എത്തിച്ചേർന്നത്. 3000 പേർ ആലപ്പുഴയ്ക്ക് പോയി. 3000 പേർ ചങ്ങനാശ്ശേരിക്ക് പോയി. 5000 പേർ കോട്ടയം നഗരഭാഗത്തേക്ക് പോയി. 8000 പേർ പറവൂർ മേഖലയിലേക്കും പോയി.
ഒരുപാട് പള്ളികൾ ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ. അതിൽ മിക്ക പള്ളികളും നശിച്ച് നാമാവശേഷമായി. അതുകൊണ്ട് തന്നെ ഇതേ മേഖലയിൽ ഉള്ള പള്ളികളെ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മിക്ക പള്ളികളും നിർമ്മിച്ചിരിക്കുന്നത് 1924 വാമൊഴിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന തൃശ്ശൂർ പട്ടണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ തൃശ്ശൂർ പട്ടണം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊന്നും വെള്ളം കയറിയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വെള്ളപ്പൊക്കം കാണാനായി മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോയതായിട്ടുള്ള വിവരണമുണ്ട്. അന്നത്തെ ആലുവയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന കെ താണുപിള്ളയെ എഴുതിയിരിക്കുന്ന ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജൂലൈ മാസം 19-ാം തീയതിയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് ജൂലൈ 16-ന് പ്രളയം സംഭവിച്ചിട്ടുണ്ട്. ജൂലൈ 16-ാം തീയതി രാത്രിയിൽ അദ്ദേഹത്തിന് പല ദിശകളിൽ നിന്നുമുള്ള ആളുകളുടെ ഉറക്കെയുള്ള കരച്ചിൽ കേൾക്കാൻ സാധിക്കുമായിരുന്നു. പലരും ബോട്ടുകളും മറ്റും എടുത്തുകൊണ്ട് ആ മേഖലകളിൽ പോയി ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ മിക്കതും പാഴ് ശ്രമങ്ങൾ ആയിരുന്നു. പ്രധാനമായിട്ടും ആ മേഖലകളിലൊന്നും വൈദ്യുതി ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതിനുപരിയായിട്ട് ആ ബോട്ടുകൾ അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങളും ആരുടെയും പക്കൽ ഉണ്ടായിരുന്നില്ല. വാഹനങ്ങളുണ്ട്, പക്ഷേ ആ വാഹനങ്ങൾ വളരെയധികം ലിമിറ്റഡായിട്ട് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ബോട്ടുകളും വലിയ അളവിലൊന്നും കിട്ടിയിരുന്നില്ല. തകഴി ശിവശങ്കരപ്പിള്ള ഈ പ്രളയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ. ഇതേ പേരിൽ തന്നെ പിന്നീട് 2007 ജയരാജൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. 99-ലെ വെള്ളപ്പൊക്കം മലയാളികളുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറി. പല ആളുകളും അവരുടെ ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളെയും ഈ 99-ലെ വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന സിനിമയിലെ മേരി എന്ന വേലക്കാരി കഥാപാത്രം. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അടൂർ ഭവാനിയാണ്. അവർ ചെവി കേൾക്കാൻ സാധിക്കാത്ത ഒരു വേലക്കാരിയായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് ചെവി കേൾക്കാം, പക്ഷേ ചെവി കേൾക്കുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആദ്യം അന്വേഷിച്ചെത്തുന്ന ക്യാപ്റ്റൻ രാജു അവരോട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നു മുതലാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അടൂർ ഭവാനി പറയുന്നത്, ഞാൻ 89-ലെ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായതാണെന്നാണ് അച്ചായൻ പറഞ്ഞതെന്നാണ്. പക്ഷേ ആ ഒരു സമൂഹം ഇപ്പോൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 1924 ജനിച്ച ആളുകൾക്ക് ഇപ്പോൾ 100 വയസ്സ് പ്രായമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജനറേഷൻ അല്ലെങ്കിൽ ഇനി ഭൂമിയിൽ അവശേഷിക്കുന്ന ആളുകൾ 99-ലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറയുകയില്ല. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. അത് ക്രമേണ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി മുതൽ 99-ലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ഓർമ്മയിലായിരിക്കുകയില്ല. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു ഓർമ്മകളുമില്ല. നമ്മുടെ പക്കലുള്ളത് ചില ഒഫീഷ്യലായിട്ടുള്ള റെക്കോർഡുകൾ മാത്രമാണ്. കേരള ചരിത്രത്തിൽ പിന്നീട് സംഭവിച്ച മഹാപ്രളയം 2018-ലാണ് ഉണ്ടായത്. അതേ പേരിൽ തന്നെ ജൂഡ് ആൻ്റണി ഒരു സിനിമയായിട്ട്, ഒരു ഫിക്ഷണൽ സിനിമയായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു. പ്രളയം ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിലുണ്ടാവുകയില്ല എന്ന് നമുക്ക് വെറുതെ ഒന്ന് ആശിക്കാം. പക്ഷേ പ്രളയം പ്രകൃതി നിയമമാണ്. ഇവിടെ വരൾച്ച ഉണ്ടാകും, പ്രളയമുണ്ടാകും, മഹാമാരി സംഭവിക്കും, വലിയ രോഗങ്ങളുണ്ടാകും. അത് പ്രകൃതി നിയമമാണ്. അതിനോടൊപ്പം ജീവിക്കുകയല്ലാതെ പാവം മനുഷ്യന് മറ്റൊരു നിവൃത്തിയില്ല. പ്രളയം ഉണ്ടാവാതിരിക്കാനുള്ള പല മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ചൂഷണങ്ങളും അവസാനിപ്പിച്ചാൽ മതി. പക്ഷേ അത് മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് താല്പര്യമുള്ളവർക്ക് ലിങ്ക് പരിശോധിക്കാം. ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്.